ഈ നാറ്റോയിൽ ചേരാനുള്ള മോഹം ഉക്രൈൻ ഉപേക്ഷിക്കണം. 2014 റഷ്യ പിടിച്ചടക്കിയ ക്രിമിയ തിരികെ ലഭിക്കില്ല. വെടിനിർത്തലിന് ഉക്രൈൻ വിട്ടുവീഴ്ച ചെയ്യണം. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ സെലൻസിക്ക് യുദ്ധം ഉടൻ അവസാനിപ്പിക്കാം. കൂടിക്കാഴ്ചയ്ക്കായി ഉക്രൈൻ പ്രസിഡന്റ് അമേരിക്കയിലെത്തിയതിന് പിന്നാലെ ഡൊണാൾഡ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വിചാരിച്ചാൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കുമെന്ന് US ഡൊണാൾഡ് ട്രംപ് പറയുന്നു. നമുക്കത് നേരത്തെ തന്നെ അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. അതായത് ട്രംപ് സെലൻസ്കിയെ വിളിക്കാതെ പുടിനുമായി ഒരു മീറ്റിംഗ് നടക്കുന്നു ഈ വിഷയത്തിൽ, യുക്രൈൻ യുദ്ധത്തിൽ. സെലൻസ്കിയെ വിളിക്കാതെ സെലൻസ്കിയുടെ രാജ്യത്തിനെ പറ്റിയുള്ള ഒരു മീറ്റിംഗ് ഇവർ നടത്തുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാണ് അത് ഏകപക്ഷീയമായിട്ടുള്ള മീറ്റിംഗ് ആയിരിക്കും. അതായത് സെലൻസ്കിയുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെയുള്ള തീരുമാനങ്ങളായിരിക്കും അവിടെ എടുക്കപ്പെടുന്നതെന്ന് നമുക്കറിയാൻ പറ്റും. അതപ്പോൾ വെടിനിർത്തലിന് യുക്രൈൻ വിട്ടുവീഴ്ച ചെയ്യണം എന്നുള്ള കാര്യം ട്രംപ് പറഞ്ഞിട്ടുണ്ട്. വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായാൽ സെലൻസ്കിക്ക് യുദ്ധം ഉടൻ അവസാനിപ്പിക്കാമെന്നും ട്രംപ് അറിയിച്ചു. അതായത് വിട്ടുവീഴ്ചകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 5ഓളം പ്രവിശ്യകൾ ഇപ്പം റഷ്യയുടെ കയ്യിലാണ്, ഈ പറയുന്ന ക്രിമിയ ഉൾപ്പെടെ. അപ്പൊ അതിൽ ഈ 5 പ്രവിശ്യകളും റഷ്യക്ക് വിട്ടുകൊടുക്കണമെന്നുള്ളതാണ് ട്രംപ് പറയുന്നത്. അപ്പൊ ഇത് യുക്രൈൻ പ്രസിഡന്റ് ആയിട്ടുള്ള സെലൻസ്കിയാണ് തീരുമാനിക്കേണ്ടത്, ട്രംപ് അല്ല. അപ്പൊ ട്രംപ് ഇവിടെ സെലൻസ്കിയെ വിളിക്കാതെ ശത്രു രാജ്യമായിട്ടുള്ള റഷ്യയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള പുടിനെയും വിളിച്ച് ഓക്കെ 5 രാജ്യങ്ങളിൽ 5 പ്രവിശ്യ മതിയോ, ഓക്കെ 5 5 അതിൽ കൂടുതൽ വേണ്ടല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞ് തീരുമാനിച്ചിട്ട് ഈ തീരുമാനം എടുത്തിട്ട് പിന്നീടാണ് സെലൻസ്കിയെ വിളിച്ചറിയിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു അധികാരം ട്രംപിന് കാണിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ പറയുന്ന യുക്രൈൻ എന്ന് പറഞ്ഞ രാജ്യത്ത് അവിടെ വളരെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു രാജ്യമാണ്. അവിടെ എന്താണ് പറയുന്നത്, ഈ പറയുന്ന വ്യവസായങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ ഇല്ല, ഒരു നിലച്ച അവസ്ഥയിലാണ്, സമ്പൂർണ്ണമായി നിലച്ച ഒരു അവസ്ഥയിലാണ്. അപ്പൊ അവിടെ ഈ പറയുന്ന ദൈനംദിന ചെലവുകൾ മുതൽ ഈ പറയുന്ന പ്രതിരോധത്തിന് വേണ്ടി റഷ്യയെ പ്രതിരോധിക്കാനുള്ള ആയുധങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ നൽകുന്നത് അമേരിക്കയാണ്. അപ്പോൾ എന്താ പറയാ, അപ്പോൾ അമേരിക്ക അങ്ങനെ ഒരു അന്നദാതാവിന്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ അമേരിക്ക പറയുന്നതെല്ലാം തന്നെ യുക്രൈൻ അനുസരിക്കേണ്ടി വരും. അപ്പോൾ നാറ്റോയിൽ ചേരുക, നാറ്റോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു യൂണിയനാണ്. ഇത് ഒരു സൈനിക ഒരു എൻറ്റിറ്റിയും കൂടെയാണ്. അതായത് അവരിൽ ഏതെങ്കിലും ഈ പറയുന്ന നാറ്റോ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഈ രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിനെ തൊട്ടാൽ അത് എല്ലാ രാജ്യത്തിനെയും തൊട്ടതുപോലെയാണ്. അപ്പോൾ ഇതൊരു അവരുടെ എല്ലാവരുടെയും സൈന്യം ഇറങ്ങും എന്നുള്ളതാണ്. അപ്പൊ അതൊരു ആ നാറ്റോയിൽ അംഗമാകുമ്പോൾ കിട്ടുന്ന ഒരു സുരക്ഷിതത്വമുണ്ട് രാജ്യത്തിന്, യൂറോപ്യൻ രാജ്യത്തിന്. അപ്പം യൂറോപ്പിന്റെ ഭാഗമാകാനുള്ള ഒരു ആഗ്രഹം യുക്രൈനുണ്ട്. കാരണം നമുക്കറിയാം, ഈ യുക്രൈൻ എന്ന് പറയുന്നത് പണ്ട് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന ഒരു രാജ്യമാണ്. സോവിയറ്റ് യൂണിയൻ 91 വിഭിന്നമായപ്പോൾ യുക്രൈൻ സ്വതന്ത്രമായി. പക്ഷേ യുക്രൈനിലുള്ള ജനങ്ങൾക്ക് ഇപ്പൊ റഷ്യൻ സംസ്കാരത്തിനോടല്ല യൂറോപ്യൻ സംസ്കാരത്തിനോടാണ് താല്പര്യം കൂടുതൽ. അപ്പൊ അതുകൊണ്ട് യൂറോപ്യന്റെ ഒരു യൂണിയൻ ആകുക, യൂറോപ്യൻ യൂണിയന്റെ ഭാഗമാകുക, നാറ്റോയുടെ അംഗമാകുക എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. പക്ഷെ പുടിൻ ഇതിനെ എതിർക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് പറഞ്ഞാൽ, പുടിൻ അതായത് ഈ നാറ്റോ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു സഖ്യകക്ഷി കൂടിയാണ്, നാറ്റോ രാജ്യങ്ങൾ. അപ്പോൾ യുക്രൈൻ എന്ന് പറയുന്നത് റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യം. അപ്പോൾ ഈ പറയുന്ന നാറ്റോയുടെ ആയുധങ്ങളും മറ്റും അല്ലെങ്കിൽ സൈനിക സന്നാഹങ്ങളും മറ്റും റഷ്യയുടെ അതിർത്തിയിൽ വരാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അതിർത്തി പ്രദേശങ്ങളായ ഈ 5 പ്രദേശങ്ങൾ റഷ്യ പിടിച്ചടക്കിയത്. എന്തായാലും 2014 റഷ്യ പിടിച്ചടക്കിയ ക്രിമിയ അത് തിരികെ ലഭിക്കില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം. ചില കാര്യങ്ങൾ ഒരു കാലത്ത് മാറില്ല എന്നും ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ച്, ട്രൂത്ത് സോഷ്യൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്വന്തം സോഷ്യൽ മീഡിയ, ഇലോൺ മസ്കുമായിട്ട് തെറ്റി ഇപ്പൊ ട്വിറ്ററിലൊന്നും അദ്ദേഹം പോസ്റ്റ് ചെയ്യില്ല. പക്ഷേ ഈ ട്രൂത്ത് സോഷ്യലിൽ എഴുതിയതെടുത്ത് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യും. കാരണം 4 ആൾ കാണണമെങ്കിലും ട്വിറ്ററിൽ ഇടണമല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അവർ സെലൻസ്കിയുമായിട്ട് വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടക്കാനിരിക്കുകയാണ്. സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഈ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് നിലപാട് വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ട് ട്രംപ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് ട്രംപ് എത്തിയത്. ഇന്ന് വൈറ്റ് ഹൗസിൽ ട്രംപുമായി നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്കായി സെലൻസ്കി US എത്തിയിട്ടുണ്ട്.
ഇതിനിടെയാണ് ട്രംപ് നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ഇനി എന്തായിരിക്കും സെലൻസ്കിയോട് പറയാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തമാണ്. വിട്ടുവീഴ്ചകൾ വേണ്ടി തയ്യാറെടുക്കുക എന്നുള്ളത് മാത്രമായിരിക്കും. അലാസ്കയിൽ വെള്ളിയാഴ്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് ട്രംപ് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം ട്രംപ് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിച്ച് അതിനൊരു ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി നടക്കുകയാണ്. എങ്ങനെയും നോബൽ പ്രൈസിന് അർഹനാവുക, അതേ ഉദ്ദേശം. 3 വർഷമായിട്ട് നടക്കുന്ന ഒരു യുദ്ധം അവസാനിപ്പിച്ച പ്രസിഡന്റ്, അമേരിക്കൻ പ്രസിഡന്റ്, അമേരിക്ക അങ്ങനെ ഒരു പേരും കൂടെ എടുക്കുക, അതിന് നോബൽ പ്രൈസ് അടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇത്. അപ്പൊ അതുകൊണ്ട് യുക്രൈനിന് പ്രവേശികൾ നഷ്ടമാകുന്നുണ്ടോ, അവരുടെ ആ രാജ്യത്തിന്റെ മാനം നഷ്ടപ്പെടുന്നുണ്ടോ, അതൊന്നും ട്രംപിന്റെ വിഷയമല്ല. ഉടൻ വെടിനിർത്തൽ എന്നതിന് പകരം നേരെ സമാധാന ഉടമ്പടി ഉണ്ടാക്കുകയാണ് നല്ലതെന്നാണ് അലാസ്കയിൽ നിന്ന് വാഷിംഗ്ടണിലേക്ക് മടങ്ങവേ ട്രംപ് പറഞ്ഞത്. അതായത് അന്തിമ ഉടമ്പടിയിൽ എത്തും മുമ്പ് കൂടുതൽ ചർച്ചകൾ വേണമെന്നും പുടിൻ പറഞ്ഞിരുന്നു. നാറ്റോയിൽ ചേരാനുള്ള യുക്രൈന്റെ ശ്രമങ്ങളെ തുടക്കം മുതൽ പുടിനും റഷ്യയും എതിർക്കുന്നുണ്ടായിരുന്നു. അതേസമയം സെലൻസ്കിയുമായി ട്രംപ് തിങ്കളാഴ്ച വാഷിംഗ്ടണിൽ നടത്തുന്ന ചർച്ചയിൽ യൂറോപ്യൻ നേതാക്കളും പങ്കെടുക്കുമെന്നാണ് വിവരം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെയർ സ്റ്റാമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ, ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിക് മെർസ്, നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ, യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷ ഉർസുല ഫോണ്ടെ ലൈൻ യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷ ഉർസുല ഫോണ്ടെ ലൈൻ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, ഫിൻലൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബ്സ് തുടങ്ങിയവരാണ് സെലൻസ്കിയും ട്രംപും തമ്മിലുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ യുക്രൈനിലെ സ്ഥലങ്ങൾ വിട്ടുനിൽക്കുന്നതുമായി ബന്ധപ്പെട്ട നൽകുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട സുപ്രധാനമായ കാര്യങ്ങൾ ഇരുവരും ചർച്ച ചെയ്തേക്കും. അതേസമയം ചർച്ചയിലേക്ക് യൂറോപ്യൻ നേതാക്കൾക്കും ക്ഷണമുണ്ട്. യുക്രൈൻ പിന്തുണ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് യൂറോപ്യൻ യൂണിയനിലെ നേതാക്കളും വൈറ്റ് ഹൗസിൽ വെച്ച് നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇപ്പൊ നിലവിൽ യുക്രൈൻ നാറ്റോയുടെ ആനുകൂല്യങ്ങൾ പറ്റുന്ന രാജ്യമാണ്, പക്ഷെ നാറ്റോ അംഗം ആയിട്ടില്ല ഇപ്പോഴും. യൂറോപ്യൻ യൂണിയന്റെ ശക്തമായ പിന്തുണ സെലൻസ്കിക്ക് ഉണ്ടെന്ന സന്ദേശം കൂടി പകരുന്നതാണ് നേതാക്കളുടെ സാന്നിധ്യം. യുക്രൈന്റെ കിഴക്കുള്ള പ്രദേശങ്ങളായ ഡൊണേറ്റ്സ്കും ലുഹാൻസ്കും വിട്ടുകൊടുത്താൽ യുദ്ധം അവസാനിപ്പിക്കാമെന്ന പുടിന്റെ നിർദ്ദേശം തനിക്ക് സ്വീകാര്യമാണെന്നാണ് സെലൻസ്കിയും യൂറോപ്യൻ നേതാക്കളുമായി ശനിയാഴ്ച നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ട്രംപ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ പ്രദേശങ്ങൾ വിട്ടു നിൽക്കുന്നതിന് പകരമായി ഹെർസോൺ, സ്പാരിസിയ എന്നിവിടങ്ങൾക്കായുള്ള യുദ്ധം നിർത്താമെന്നും പുടിൻ പറഞ്ഞു. ഘട്ടം ഘട്ടമായിട്ടായിരിക്കും യുദ്ധം നിർത്തുന്നത്. ഒറ്റ ഒരു ഇതിലടിക്ക് യുദ്ധം നിർത്തുന്ന ഒരു സാഹചര്യം ഇവിടെ ഇല്ല. അപ്പൊ യുക്രൈന്റെ ഭാവി സുരക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് ട്രംപ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതായത് രാജ്യം ഇനി ഒന്നേന്ന് കെട്ടിപ്പടുക്കേണ്ടതായിട്ടുണ്ട്. അവിടുത്തെ പൗരന്മാരുടെ എല്ലാ വ്യവസായപരമായിക്കോട്ടെ, കൃഷി ആയിക്കോട്ടെ, എല്ലാം സർവത്ര നശിച്ച ഒരവസ്ഥയിലാണ്. അപ്പോൾ കീവ് എന്ന് പറയുന്ന തലസ്ഥാനം ഇപ്പോൾ ഒരു ശ്മശാനം തന്നെ ആയിരിക്കുകയാണ്. അപ്പോൾ അവിടെയെല്ലാം ഇനി ഒന്നേന്ന്, അതായത് ഒരു ഫൗണ്ടേഷനിൽ നിന്ന് തന്നെ പണി തുടങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് ട്രംപാണ് പറഞ്ഞിരിക്കുന്നത്. പ്രോമിസ് കൊടുത്തിരിക്കുന്ന ട്രംപാണ് വാഗ്ദാനം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഉറപ്പില്ല. കാരണം ട്രംപ് ഇതിനു മുമ്പ് തായ്വാൻ കംബോഡിയ യുദ്ധത്തിൽ കംബോഡിയക്ക് പ്രോമിസ് കൊടുത്തിരുന്നു രക്ഷിക്കാൻ. അവിടുത്തെ ആളുകൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രംപ് ചതിയനാണെന്നുള്ളതാണ്. കാരണം സമയത്തിന് അദ്ദേഹം മുങ്ങി. അപ്പൊ ഇതിവിടെ ട്രംപിന്റെ ഉദ്ദേശം ഇവിടെ ഈ യുദ്ധം എങ്ങനെയും അവസാനിപ്പിക്കുക, യുക്രൈനെ തേക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം യുക്രൈൻ അവസാനം പട്ടിണി മരണങ്ങൾ ഇനി ഉണ്ടാകാൻ പോകുന്ന ഒരു രാജ്യമായിട്ട് മാറും എന്നുള്ള കാര്യമാണ്. അപ്പൊ അതിനിടെ ഞായറാഴ്ചയും യുക്രൈനും റഷ്യയും പരസ്പരം ഡ്രോൺ ആക്രമണം നടത്തി. 60-ലേറെ ഡ്രോണുകളും ഇസ്കന്ദർ മിസൈലും റഷ്യ അയച്ചെന്ന് യുക്രൈൻ വ്യോമസേന പറഞ്ഞു. റഷ്യയുടെ അതിർത്തി മേഖലകളിലേക്ക് യുക്രൈൻ 46 ഡ്രോണുകൾ അയച്ചു. ഡൊണേറ്റ്സ്കിൽ ശനിയാഴ്ച റഷ്യ നടത്തിയ ആക്രമണത്തിൽ 5 പേർ മരിച്ചു.